പണ്ട് ചൈനയിലെ ലോഷൻ മലയുടെ താഴ്വരയിൽ ഒരു ബുദ്ധാശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമത്തിലെ ഗുരുദേവനായിരുന്നു സൻസായി എന്ന ബുദ്ധസന്യാസി. ബുദ്ധമത തത്വജ്ഞാനത്തെക്കുറിച്ചും ജീവിതത്തിന്റെ പരമമായ സത്യത്തെക്കുറിച്ചും അറിവ് നേടുന്നതിനായി 150ഓളം ബുദ്ധസന്യാസിമാർ ആ ആശ്രമത്തിൽ താമസിച്ചിരുന്നു. ഗുരുദേവൻ സൻസായിയുടെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു 21 വയസ്സുള്ള ലൂക്കി. ഒരു സുപ്രഭാതത്തിൽ ഗുരുദേവൻ പർവ്വതത്തിന്റെ ചുവട്ടിൽ ഒറ്റയ്ക്ക് ധ്യാനിക്കുകയായിരുന്നു. ധ്യാനത്തിന്റെ ആഴത്തിൽ ചെന്ന അദ്ദേഹത്തിന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ലൂക്കി 7 ദിവസം മാത്രമേ ജീവിക്കുള്ളൂവെന്നും 7ാം ദിവസം വൈകുന്നേരം അവൻ മരിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഗുരുദേവൻ ആശ്രമത്തിൽ തിരിച്ചെത്തി ലൂക്കിയെ വിളിച്ചു. ലൂക്കി ഗുരുദേവനെ വണങ്ങി അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു. ഗുരുദേവൻ അവന്റെ തോളിൽ കൈവച്ച് വളരെ വാത്സല്യത്തോടെ പറഞ്ഞു, ലൂക്കി, നീ നിന്റെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഓർക്കാറുണ്ടോ? ഗുരുദേവ, ഞാൻ എൻ്റെ വീടും കുടുംബവും ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ പരമമായ സത്യം അറിയാനാണ് ഇവിടെ വന്നത്. വീടിനെക്കുറിച്ചോർത്ത് എനിക്ക് വിഷമം തോന്നാറില്ല. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും. സത്യത്തിൽ ഇന്ന് രാവിലെ ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ അമ്മയുടെ മുഖം എൻ്റെ കൺമുന്നിൽ ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു. ലൂക്കി, ഇന്നു നീ നിന്റെ വീട്ടിലേക്ക് പോകുക. നിന്റെ അമ്മയെ കാണുക. നിനക്കടുത്ത 7 ദിവസത്തേക്ക് അവധി നൽകുന്നു. അടുത്ത 7 ദിവസം നീ അമ്മയോടൊപ്പം താമസിക്കൂ. എന്നാൽ 8ാം ദിവസം തീർച്ചയായും ആശ്രമത്തിലേക്ക് മടങ്ങി വരണം. ലൂക്കി ഗുരുദേവനെ വണങ്ങി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ലൂക്കി ഗുരുദേവന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, ഗുരുദേവ, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോകുന്നു. നന്ദി ഗുരുദേവ. ഗുരുദേവൻ ഒന്നും പറഞ്ഞില്ല. ലൂക്കിയുടെ മുഖത്തേക്ക് മാത്രം നോക്കി. ആശ്രമത്തിന്റെ മുൻവാതിൽ കടന്ന് നേരെ പാതിയിലേക്ക് പോകുന്ന ലൂക്കിയെ ഗുരുദേവൻ നോക്കി നിന്നു. ലൂക്കി തിരിഞ്ഞു നോക്കിയില്ല. അവൻ പതുക്കെ മലനിരകളിലെ കനത്ത മൂടൽമഞ്ഞിലേക്ക് മറഞ്ഞു. ഈ 7 ദിവസങ്ങൾ ആശ്രമം എല്ലാ ദിവസത്തെയും പോലെ സാധാരണ രീതിയിൽ പോയി. ധ്യാനം, പ്രാർത്ഥന, പ്രസംഗം, ഭക്ഷണം എല്ലാം സാധാരണമായിരുന്നു. ഗുരുദേവൻ മാത്രം ഇടയ്ക്കിടെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ലൂക്കിയെക്കുറിച്ച് ചിന്തിക്കും. ലൂക്കി തിരിച്ചു വരില്ലെന്ന് ഗുരുദേവൻ ഉറപ്പായും അറിയാമായിരുന്നു. 7ാം ദിവസം വൈകുന്നേരം ഗുരുദേവൻ ഏകാന്തമായി ധ്യാനത്തിലിരുന്നു. 7 ദിവസങ്ങൾ കടന്നുപോയി. 8ാം ദിവസം ഉച്ചതിരിഞ്ഞ് ഗുരുദേവൻ ആശ്രമത്തിലെ ചെടികൾ നനയ്ക്കുകയായിരുന്നു. ആശ്രമത്തിന്റെ വഴിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ദൂരെയുള്ള മലയോരപ്പാതയിൽ നിന്ന് ലൂക്കി തിരികെ വരികയായിരുന്നു. ആ ചിരിക്കുന്ന മുഖം, ആ തിളങ്ങുന്ന കണ്ണുകൾ. ഗുരുദേവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ലൂക്കി ഗുരുദേവനെ വണങ്ങി അദ്ദേഹത്തിന്റെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുദേവ, എന്നെ കണ്ടപ്പോൾ എൻ്റെ അമ്മ വളരെ സന്തോഷിച്ചു. ഞാനും അങ്ങനെയായിരുന്നു. അമ്മ താങ്കളെ അന്വേഷിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ലൂക്കി, നിന്നെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നീ ഒരുപാട് ദൂരം നടന്നതല്ലേ? മുറിയിൽ ചെന്ന് അല്പം വിശ്രമിക്കുക. ലൂക്കി ഗുരുദേവനെ വണങ്ങി മുറിയിലേക്ക് പോയി. അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഇതെങ്ങനെ സാധ്യമാകും? 7ാം ദിവസം ലൂക്കിയുടെ മരണം ഉറപ്പായിരുന്നു. കാരണം ധ്യാനത്തിന്റെ പരമോന്നത പാതയിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ല. എങ്കിൽ തീർച്ചയായും ലൂക്കിയുടെ അതിജീവനം ഈ 7 ദിവസങ്ങളിലെ ചില നല്ല പ്രവൃത്തികളുടെ ഫലമാണ്. വൈകുന്നേരമായപ്പോൾ ഗുരുദേവൻ ലൂക്കിയെ വിളിച്ചു. അദ്ദേഹം അവനോട് പറഞ്ഞു, ഈ 7 ദിവസത്തെ വിശേഷങ്ങൾ എന്നോട് പറയൂ. ആശ്രമത്തിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്ര പുറപ്പെട്ടതു മുതൽ നടന്ന കാര്യങ്ങൾ വിശദമായി എന്നോട് പറയൂ. ലൂക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, വീട്ടിലേക്കുള്ള വഴിയിൽ ഞാൻ മനോഹരമായ ആകാശവും മരങ്ങളും പക്ഷികളും കാണുകയായിരുന്നു. കുറെ നടന്ന ശേഷം അല്പം ക്ഷീണം തോന്നിയപ്പോൾ ഒരു ജലധാരയുടെ അരികിലുള്ള മരത്തിന്റെ ചൂട്ടിൽ വിശ്രമിച്ചു. ജലധാരയുടെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യവും വെള്ളത്തിന്റെ ശബ്ദവും കേട്ട് ഞാൻ അവിടെയിരുന്നു. പല നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ എന്നെ ആകർഷിച്ചു. ഉറവ വെള്ളത്തിൽ മുഖം കഴുകുന്നതിനിടയിൽ ഒരു ഉണങ്ങിയ ശാഖ പൊങ്ങിക്കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ കൊമ്പിൽ ധാരാളം ഉറുമ്പുകളുടെ കൂടുകൾ ഉണ്ടായിരുന്നു. 100 കണക്കിന് ഉറുമ്പുകളും അതിലുണ്ടായിരുന്നു. എനിക്കത് വളരെ വേദനയുണ്ടാക്കി. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ വെള്ളത്തിലിറങ്ങി ആ മരക്കൊമ്പിനെ കരയിലേക്ക് കൊണ്ടുവന്നു. വളരെ ശ്രദ്ധാപൂർവം ഞാനത് സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചു. ആ ഉറുമ്പുകൾ ഉണങ്ങിയ കൊമ്പിൽ എത്ര നേരം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നെന്ന് എനിക്കറിയില്ല. അവർക്ക് നല്ല വിശപ്പുണ്ടാകും, ഞാൻ വിചാരിച്ചു. വഴിയരികിൽ വെച്ച് കഴിക്കാൻ ആശ്രമത്തിൽ നിന്നെടുത്ത 3 റൊട്ടിയും മധുരമുള്ള പലഹാരങ്ങളും എൻ്റെ കൈവശമുണ്ടായിരുന്നു. സഞ്ചിയിൽ നിന്ന് അവയെടുത്ത് ഉറുമ്പിൻ കൂടുകളുടെ അടുത്ത് വെച്ചു. ആഹ്ലാദത്തോടെ റൊട്ടിയിലും മധുര പലഹാരങ്ങളിലും ഉറുമ്പുകൾ തിങ്ങി നിറയുന്നത് ഞാൻ കണ്ടു. അവ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സമാധാനം തോന്നി. ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഗുരുദേവൻ വളരെ ശ്രദ്ധയോടെ ലൂക്കി പറയുന്നത് കേൾക്കുകയായിരുന്നു. ഈ സമയം ഗുരുദേവൻ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലൂക്കി, മതി, ബാക്കി കാര്യങ്ങൾ ആവശ്യമില്ല. എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഗുരുദേവന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം എന്തായിരുന്നുവെന്ന് ലൂക്കിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, എല്ലാം കർമ്മമാണ്. ഗുരുദേവന്റെ വാക്കുകൾ ലൂക്കിക്ക് മനസ്സിലായില്ല. പുത്ര, എല്ലാ ജീവജാലങ്ങളെയും ഇതുപോലെ എപ്പോഴും സേവിക്കുക. ഇപ്പോൾ സമയമായി, നമുക്ക് ധ്യാനിക്കാൻ പോകാം. സുഹൃത്തുക്കളെ, മഹാത്മാ ഗൗതം ബുദ്ധൻ നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് കർമ്മം, എന്താണ് കർമ്മഫലം.
ബുദ്ധമതത്തിൽ കർമ്മം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ ലോകത്ത് നാം ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് ലഭിക്കും. നാം നല്ല കർമ്മങ്ങൾ ശരിയായ പരിഗണനയോടെ ചെയ്താൽ നമുക്ക് നല്ല കർമ്മഫലം ലഭിക്കും. മഹാത്മാ ബുദ്ധൻ പറഞ്ഞതുപോലെ, ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം അതിനായി ആരംഭം കുറിക്കണം. എല്ലാവരിൽ നിന്നും ബഹുമാനം ലഭിക്കണമെങ്കിൽ ആദ്യം എല്ലാവരെയും ബഹുമാനിക്കണം. എല്ലാവരിൽ നിന്നും സ്നേഹം ലഭിക്കണമെങ്കിൽ ആദ്യം എല്ലാവരെയും സ്നേഹിക്കണം. ദീർഘായുസ് ലഭിക്കണമെങ്കിൽ ആദ്യം മറ്റു ജീവജാലങ്ങളുടെ ജീവൻ രക്ഷിക്കണം. മറ്റു ജീവജാലങ്ങളെ സഹായിക്കുന്നതും ജീവൻ രക്ഷിക്കുന്നതും മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും വന്നുചേരും. സുഹൃത്തുക്കളെ, നമുക്ക് കർമ്മഫലങ്ങൾ കുറിച്ച് വൈകിയാണെങ്കിലും ലഭിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഇന്നു മുതൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ ഇല്ലയോ? ഇത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾക്ക് തയ്യാറാണെന്ന് ഉറപ്പാക്കുക. നമ്മുടെ എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണമെന്ന മാനസികാവസ്ഥ നാം സ്ഥാപിക്കണം.